കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടൻ, മികച്ച നടി, മികച്ച സിനിമ എന്നതിന് പുറമെയുള്ള ചില അവാർഡുകൾ എൻ്റെ എക്സ്പെക്ടേഷൻസ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. മികച്ച സംവിധായകൻ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ ആയിരിക്കും മികച്ച സംവിധായകൻ എന്നുള്ളതാണ്. അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരവും മികച്ച സംവിധായകനാകാൻ എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഫൈനലിസ്റ്റ് കാറ്റഗറി ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് ഇവർ രണ്ടുപേരാണ് കുറച്ചും കൂടെ എഡ്ജ് കയറി നിൽക്കുന്നത് ഫീൽ ചെയ്യുന്നത്. മറ്റൊരു അവാർഡ് മികച്ച തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ് ആയിരിക്കും. ചിത്രം കിഷ്കിന്ധാകാന്ഡം എന്നാണ് കരുതുന്നത്. 2024 വന്നിട്ടുള്ള ഏറ്റവും മികച്ച തിരക്കഥയായിട്ടാണ് എനിക്ക് പേഴ്സണലി കിഷ്കിന്ധാകാന്ഡം ഫീൽ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. മികച്ച ഛായാഗ്രഹണം മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഷൈജു ഖാലിദ്, അതല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ള ബാഹുൽ രമേശ്. മികച്ച കലാസംവിധായകൻ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി. മികച്ച സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയർ, ചിത്രം ഭ്രമയുഗം, അതല്ലെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം. ഇവർ രണ്ടിലൊരാളായിരിക്കും. ഇത്രയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന മറ്റ് അവാർഡുകൾ.